അസ്സലാമലൈക്കും. നവാസാണ്. മേബി സ്റ്റാർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിൽ കുറുവാ ദ്വീപിലാണ്. കുറുവാ ദ്വീപിലെത്തിയപ്പോൾ സമയം വൈകി. അതുകൊണ്ട് തന്നെ ദ്വീപിനകത്തേക്ക് കയറാനുള്ള പാസ്സൊന്നും കിട്ടിയില്ല. അവിടുന്ന് തിരിച്ചു പോരേണ്ടി വന്നു. അപ്പോൾ അവിടെ ഒന്ന് കറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ ഒരു ട്രൈബലിൻ്റെ മ്യൂസിയം ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് അങ്ങനെ നേരെ തിരിച്ച് ബാണാസുര ഡാമിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ കുറുവാ ദ്വീപ് സന്ദർശിക്കാൻ എത്തുന്നവർ എത്രയും നേരത്തെ രാവിലെ 7 മണിക്ക് മുമ്പായി തന്നെ വന്ന് ഓഫീസിൽ വന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മളെ പോലെ പണി കെട്ടി ഇവിടുന്ന് തിരിച്ചു പോകേണ്ടി വരും. അത് പ്രത്യേകം കുറുവാ ദ്വീപ് സന്ദർശനത്തിന് എത്തുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഡാം സൈറ്റിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും ഭയങ്കര ട്രാഫിക് ജാമായി. അവിടെ ക്രിസ്മസിൻ്റെ അവധിയും ഞായറാഴ്ചയും ഒക്കെ കൂടി ആയപ്പോൾ തൃശ്ശൂർ പൂരത്തിനുള്ള ആളുണ്ടായിരുന്നു. ഡാമിൻ്റെ കാഴ്ചകളിലേക്ക് പോകാൻ അപ്പോൾ കുറച്ച് വണ്ടി നിർത്തി ഒരു 2 കിലോമീറ്റർ നടന്നിട്ടാണ് ടിക്കറ്റ് കൗണ്ടറിലെത്തിയത്. അവിടുന്ന് ടിക്കറ്റ് എടുത്തു ഡാമിലേക്ക് വീണ്ടും നടന്നു കയറി. നടക്കാൻ പറ്റാത്തവർക്ക് അവിടെ പിന്നെ KSEB നമ്മുടെ വാൻ സർവീസ് നടത്തുന്നുണ്ട്. അതിൽ മേളിൽ കൊണ്ടുപോയി വിടും. ഇന്ത്യയിലെ തന്നെ 2ാമത്തെ ഏറ്റവും വലിയ ഡാമാണ് ബാണാസുര സാഗർ ഡാം. ഇതിൽ സന്ദർശകർക്കായി പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് KSEB നടപ്പിലാക്കിയിട്ടുണ്ട്. സിപ്പ് ലൈന്, അതുപോലെ കുട്ടികൾക്കുള്ള പലതരം റൈഡുകൾ, പിന്നെ അതുപോലെയുള്ള സംഗതികളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ജനത്തിരക്കും ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഡാമിൻ്റെ മുകളിലേക്ക് കയറിപ്പോകുന്നൊരു ശ്രമകരമായ ജോലി തന്നെയാണ്. പലരും കതച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഡാമിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങൾ വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. നല്ല കാറ്റും. മറ്റ് ഡാമുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ സോളാർ വെച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അത് വെള്ളത്തിൻ്റെ നടുവിലും ഫ്ലോട്ടിംഗ് സോളാറും, അതിന് കരയിൽ സാധാരണ ഫിക്സ് ചെയ്യുന്ന പോലെ സോളാർ ഫിക്സ് ചെയ്തിട്ടും ഇവിടെ നിന്നും KSEB വൈദ്യുതി ഉൽപ്പാദനം നടത്തുന്നുണ്ട്. അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകും. ഇന്ത്യയിൽ ആദ്യമായി ഫ്ലോട്ടിംഗ് സോളാർ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ബാണാസുര സാഗർ ഡാമിലാണ്. പലതരത്തിലുള്ള ചെടികൾ ഇവിടെ
പൂക്കളൊക്കെ ആയിട്ടുള്ള ചെടികളിലൂടെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് സന്ദർശകരെ. പിന്നെ അതുപോലെ ട്രൈബൽ ഇതിനെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള പ്രതിമകളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്പീഡ് ബോട്ട് അതുപോലുള്ള ആക്ടിവിറ്റീസ്, വെള്ളത്തിലുള്ള ആക്ടിവിറ്റീസുകളും ഇവിടെ ലഭ്യമായിട്ടുണ്ട്. വൈകുന്നേരം 6 മണി വരെയാണ് ഡാമിൽ ചിലവഴിക്കാനുള്ള സമയം അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ 6 മണി കഴിഞ്ഞപ്പോഴേക്കും ഇരുട്ട് വീണ് തുടങ്ങി. അപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് മടങ്ങേണ്ട പരിപാടിയിലാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഓൾ അമർത്തി വെക്കുക. അപ്പോൾ പുതിയ വീഡിയോയും വിശേഷങ്ങളുമായി വീണ്ടും എത്താം. എല്ലാവർക്കും ബൈ ബൈ.